ശ്രീം മഹാത്രിപുരസുന്ദര്യൈ നമഃ. എല്ലാവർക്കും ഭക്തിസാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതിന് മുൻപ് ധ്യാന ശ്ലോകം ചൊല്ലണം. ആകെ 4 ശ്ലോകങ്ങളാണ് ഉള്ളത്. അതിലെ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. സിന്ദൂരാരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലി സ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാമലിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരത്നചരണാം ധ്യായേത് പരാമംബികാം. സിന്ദൂരാരുണ വിഗ്രഹാം, സിന്ദൂര അരുണ വിഗ്രഹാം. സിന്ദൂര നിറം, അരുണ നിറം, അത് ചുവപ്പാണ്. ചുവന്ന നിറത്തോടു കൂടിയ വിഗ്രഹത്താൽ, ശരീരത്താൽ, അമ്മയുടെ ശരീരത്തിൻ്റെ നിറം ചുവപ്പാണ്. പിന്നെ ത്രിനയനാം, 3 കണ്ണുകളോട് കൂടിയതാണ് അമ്മ. അമ്മയ്ക്ക് 3 കണ്ണുകളുണ്ട്. മൂന്നാമത്തെ കണ്ണ് ഏതാണ്? ജ്ഞാനദൃഷ്ടി. ഇനി ദേവിയുടെ കിരീടം മാണിക്യമൗലി, മാണിക്യം പതിച്ച കിരീടത്തോടു കൂടിയ അമ്മയുടെ കിരീടം രത്നങ്ങൾ പതിപ്പിച്ചതാണ്. സ്ഫുരത്, തിളക്കം. രത്നങ്ങൾ പതിച്ച കാരണം അതിൽ നിന്ന് ഒരു പ്രകാശം വരുന്നുണ്ട്, തിളങ്ങുന്നുണ്ട്. അതിന് മുകളിലായിട്ട് എന്താണുള്ളത്? താരാനായകൻ. ആരാണ്? ചന്ദ്രൻ. അലങ്കാരത്തിന് ചന്ദ്രക്കലയുമുണ്ട്. സ്മിതമുഖിയും, അമ്മ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആപീനവക്ഷോരുഹാം, അമ്മയുടെ നിറഞ്ഞ മാറിടത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ ആ നിറഞ്ഞ മാറിടം തൻ്റെ മക്കൾക്കുള്ള വാത്സല്യത്തെ ചുരത്താൻ വെമ്പി നിൽക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. പിന്നെന്താണ്? പാണിഭ്യാമളി പൂർണ്ണരത്നചഷകം. പാണി എന്ന് പറഞ്ഞ കയ്യ്, പാണിഭ്യാം 2 കൈകൾ. അളി വണ്ട്. അമ്മയുടെ കൈകൾ ചെന്താമരപ്പൂ പോലെയാണ്. അതിൻ്റെ സൗരഭ്യം നുകരാനെന്ന പോലെ വണ്ടുകൾ ചുറ്റിനും മുരണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടുകളാൽ ചുറ്റപ്പെട്ട പൂർണ്ണരത്നചഷകം, 2 രത്നകുംഭങ്ങളാണ് ദേവിയുടെ കയ്യിലുള്ളത്. അതിൽ ചഷകമാണ്, വീഞ്ഞാണ്. ഇത് കൂടാതെ രക്തോത്പലം, ഉത്പലം താമര, ചുവന്ന താമരയാണ് അമ്മയുടെ കയ്യിലുള്ളത്. ബിഭ്രതീം, അതിങ്ങനെ ചുഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. സൗമ്യാം, സൗമ്യരൂപിണിയാണ് അമ്മ. പിന്നെന്താണ്? രത്നഘടസ്ഥ രക്തചരണാം, രത്നം പതിപ്പിച്ച കുടത്തിൻ്റെ മുകളിൽ കാൽ വെച്ചിരിക്കുകയാണ്. അതെങ്ങനെയുള്ള കാലാണ്? രക്തചരണാം, നല്ല ചുവന്നു തുടുത്ത മൃദുവായ കാലാണ് അമ്മയ്ക്കുള്ളത്. അങ്ങനെയുള്ള പരാമംബികാം, പരാശക്തിയായ അമ്മയെ ഞാനിതാ ധ്യായേത്, ധ്യാനിക്കുന്നു. അപ്പോൾ മുഴുവനായും പറഞ്ഞാൽ എന്താണ്? ചുവന്ന നിറമുള്ള ശരീരവും ജ്ഞാനദൃഷ്ടിയടക്കം 3 കണ്ണുകളും രത്നങ്ങൾ പതിച്ച കാരണം തിളങ്ങുന്നതും അതിനു മുകളിലായി ചന്ദ്രക്കലയോടുകൂടിയ കിരീടം ധരിച്ചവളും എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടിയവളും മക്കൾക്കുള്ള വാത്സല്യത്തെ ചുരത്താൻ വെമ്പി നിൽക്കുന്നതുമായ മാറിടമുള്ളവളും ചുവന്നു തുടുത്ത ചെന്താമരയുടെ സൗരഭ്യത്തോടു കൂടിയ കൈകളുടെ സൗരഭ്യം നുകരാൻ മുരണ്ടുകൊണ്ടടുക്കുന്ന വണ്ടുകളാൽ ചുറ്റപ്പെട്ടതും അമ്മയുടെ 2 കൈകളിലും വീഞ്ഞു നിറഞ്ഞ 2 രത്നകുംഭങ്ങളും കൂടാതെ കൈകളിൽ ചുവന്ന താമര
ചുഴറ്റിക്കൊണ്ട് സൗമ്യരൂപത്തിൽ ഇരിക്കുന്നവളുമായ അമ്മയുടെ ചുവന്നു തുടുത്ത കാൽ ഒരു രത്നം പതിച്ച കുടത്തിൻ്റെ മുകളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആ പരാശക്തിയായ അമ്മയെ ഞാനിതാ ധ്യാനിക്കുന്നു, വന്ദിക്കുന്നു. ഒരു നിമിഷം കണ്ണടച്ച് ഈ മഹാത്രിപുര സുന്ദരിയുടെ രൂപം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. ഇതിൽ പരം സന്തോഷം കിട്ടാനില്ല അല്ലേ? എന്തൊരാനന്ദമാണ് മനസ്സിന്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തൈക്യരൂപിണ്യൈ നമഃ.